പാക് അധീന കശ്മീർ സർക്കാർ തിരിച്ചുപിടിക്കുമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മു കശ്മീരിനെ തീവ്രവാദത്തിൽ നിന്നും മുക്തമാക്കുക എന്നത് മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ചരിത്ര ദൗത്യം വിജയകരമായി വിക്ഷേപിച്ച് രാജ്യം. 24 മണിക്കൂറും ഭൂമിയെ നിരീക്ഷിച്ച് ഭൂകമ്പം, സുനാമി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ തിരിച്ചറിയാൻ നൈസർ. സുഹൃത്താണെങ്കിലും ഇന്ത്യക്ക് ഇളവില്ല. 25% തീരുവയും പിഴയും ചുമത്തി ഡൊണാൾഡ് ട്രംപ്. രൂപയുടെ മൂല്യം താഴ്ന്നേക്കും. ഓഹരി വിപണിക്കും ആഘാതമാകും. സമഗ്ര വാർത്തകളുമായി ടോപ് 10 തുടങ്ങുകയാണ്. ആദ്യം നോക്കാം 10 പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും പുറമെ പിഴയും ചുമത്തി അമേരിക്ക. മറ്റന്നാൾ നിലവിൽ വരുമെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം. നടപടി ഉപരോധം മറികടന്ന് റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങിയതിനെന്ന് അമേരിക്ക. ഇന്ത്യ പാക് വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചെന്ന ട്രംപിന്റെ വാദം വീണ്ടും തള്ളി ഇന്ത്യ. പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കുമെന്ന് അമിത്ഷാ. രാജ്യസഭയിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. All L40 engines generating nominal thrust. S139 motor ignited. ഇന്ത്യക്ക് അഭിമാന നിമിഷം. ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസർ ഭ്രമണപഥത്തിൽ. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV F-16 റോക്കറ്റിൽ. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുക ദൗത്യം. നൈസർ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ സെഷൻസ് കോടതി. ജാമ്യത്തെ എതിർത്ത് സർക്കാർ. കേസ് ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക്. അറസ്റ്റിൽ പ്രതിഷേധം ശക്തം. പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം. രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകളുടെ മാർച്ച്. ഉരുൾ കവർന്ന നോവോർമ്മകൾക്ക് ഒരാണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചന നടത്തിയുറ്റവർ. സർവമത പ്രാർത്ഥന നടത്തി. പുനരധിവാസ പട്ടികയിലേക്ക് 49 പേരെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ. തൃശൂർ രാമവർമ്മപുരം UP സ്കൂളിന്റെ കളിസ്ഥലത്ത് SRV സംഗീത കോളേജ് നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. സ്കൂളിന്റെ 2 ഏക്കർ 30 സെന്റ് ഭൂമി കോളേജിന് നൽകിയത് റവന്യൂ വകുപ്പ്. ടോപ് 10 സ്പെഷ്യൽ. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ സ്ഥിരം VC-മാർ വേണമെന്ന് സുപ്രീം കോടതി. അതുവരെ താൽക്കാലിക VC-മാർക്ക് തുടരാം. കേരള സർവകലാശാലയിലെ പ്രശ്നപരിഹാരത്തിന് വീണ്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ VC മോഹനൻ കുന്നുമ്മേൽ. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം മരവിപ്പിച്ചു ഹൈക്കോടതി. മുൻ ഉത്തരവുകളുടെയും ABC നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ ദയാവധം അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ലെജൻഡ്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെതിരായ സെമിയിൽ നിന്ന് ഇന്ത്യ പിന്മാറി. 2020 ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ ഒന്നാമത്. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റ് നാളെ മുതൽ ഓവലിൽ. ധർമ്മസ്ഥലയിൽ 5 ഇടങ്ങളിൽ പരിശോധന പൂർത്തിയായപ്പോൾ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിലിൽ ബ്ലൗസും ആധാർ കാർഡും കണ്ടെത്തിയെന്ന് വിവരം. സംശയാസ്പദമായി ഒന്നും ലഭിച്ചില്ലെന്ന് DGP. സ്റ്റോറി ഓഫ് ദ ഡേ. അവർക്കെല്ലാം ആശ്രയമായി ഒരിടം. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവയും അധിക പിഴകളും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും US-മായുള്ള വ്യാപാര തടസ്സങ്ങളുമാണ് പുതിയ നീക്കത്തിന് പിന്നിലെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ US
വ്യാപാര കരാറിന് ഉടൻ അന്തിമ രൂപമാകാത്ത പക്ഷം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ 25% വരെ നികുതി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. ഇന്ത്യ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവകളും മറ്റേതു രാജ്യത്തെക്കാളും കഠിനവും അരോചകവുമായ വ്യാപാര തടസ്സങ്ങളാണ് ഇന്ത്യയിലെന്നും ഡൊണാൾഡ് ട്രംപ് വിമർശിക്കുന്നു. ഇതിനാൽ ഇന്ത്യയുമായി താരതമ്യേന കുറഞ്ഞ വ്യാപാരമേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടത്തിയിട്ടുള്ളൂവെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്. മാത്രമല്ല, റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതെന്നും ട്രംപ് ആരോപിക്കുന്നു. ഇതൊന്നും ശരിയല്ല എന്നും അതിനാൽ ഓഗസ്റ്റ് 1 തീയതി മുതൽ ഇന്ത്യ 25% താരിഫും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പിഴയും നൽകേണ്ടി വരുമെന്നും ട്രംപിന്റെ പോസ്റ്റിൽ പറയുന്നു. ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അവസരം ലഭ്യമാക്കുവാനുള്ള ശ്രമമാണ് ട്രംപിനുള്ളത്. മറ്റ് വ്യാപാര കരാറുകളുടെ സമയത്തും സമാനമായ നിലപാടായിരുന്നു ട്രംപ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യ-US വ്യാപാര കരാറിന്മേൽ ചർച്ച ആരംഭിച്ചിട്ട് മാസങ്ങളായിട്ടും ഇനിയും അന്തിമ രൂപങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ട്രംപ് നിലപാട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യ പാക് പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുവെന്ന വാദം വീണ്ടും തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഏപ്രിൽ 22 മുതൽ ജൂൺ 16 വരെ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു ഫോൺ കോളും നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോരാട്ടം നിർത്തണമെങ്കിൽ പാകിസ്ഥാന്റെ DGMO അഭ്യർത്ഥിക്കണമെന്ന് ഇന്ത്യ നിലപാടെടുത്തിരുന്നുവെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള രാജ്യസഭാ ചർച്ചയ്ക്കിടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ എന്ത് ചർച്ച നടന്നാലും അത് ഇരു രാജ്യങ്ങളും തമ്മിലേ ഉണ്ടാകുകയെന്നും DGMO തലത്തിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി വെടിനിർത്തൽ ആവശ്യപ്പെടണമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞു. മെയ് 9 US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ശക്തമായ മറുപടി നൽകിയിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമായി തന്നെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം സഭയിൽ മറുപടി നൽകി. പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിശ്ചലമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോരാട്ടം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഫോൺ കോൾ വന്നു. ഇതേക്കുറിച്ച് സംസാരിച്ച എല്ലാവരോടും DGMO തലത്തിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടട്ടെ എന്നാണ് അറിയിച്ചത്. ഇന്ത്യയുടെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ലോകത്തെ ഒരു നേതാവും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കേന്ദ്രമന്ത്രി ജയശങ്കർ പാർലമെന്റിനെ അറിയിച്ചു. വ്യാപാരവുമായി യാതൊരു തലത്തിലും ഇതിന് ബന്ധമില്ല എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ഒരു ഫോൺ കോളും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. പ്രതിപക്ഷത്തിനെതിരെയും ജയശങ്കർ വിമർശനം ഉന്നയിച്ചു. ചരിത്രത്തെക്കുറിച്ച് കോൺഗ്രസിന് അസ്വസ്ഥതയുണ്ടെന്നും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തെ നിലപാടുകളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ പങ്കുണ്ടെന്ന് നിരവധി തവണയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. വ്യാപാര കരാറിന്റെ പേരിലാണ് വെടിനിർത്തലെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള വേദികളിൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പ്രധാനമന്ത്രി മറുപടി നൽകാനെത്താത്തതിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. മോദി മറുപടി നൽകാതെ ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഭീകരരെ ഇത്രയും കാലം സംരക്ഷിച്ചവർക്ക് മറുപടി കേൾക്കാൻ താൽപര്യം കാണില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഇടപെടൽ വ്യക്തമായിരുന്നു. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ വധിച്ചു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധം പെഹൽഗാമിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ ആക്രമണം ശക്തമായതോടെ പാകിസ്ഥാൻ DGMO വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചുവെന്നും ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു. ഇതോടൊപ്പം സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കുന്നത് പരിഗണനയിലില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസർ വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 5:40 വിക്ഷേപണം. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നൈസറിന്റെ പ്രധാന ദൗത്യം. 5, 4, 3, 2, 1, 0. All L40 engines generating nominal thrust. S139 motor ignited. ISROയുടെ GSLV F-16 റോക്കറ്റാണ് നൈസറുമായി കുതിച്ചുയർന്നത്.
ഉപഗ്രഹം 12 ദിവസത്തെ ഇടവേളകളിൽ ഭൗമോപരിതലത്തിലെ വിവരങ്ങൾ കൈമാറും. എല്ലാ കാലാവസ്ഥയിലും രാത്രി പകൽ വ്യത്യാസമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കാൻ നൈസറിന് കഴിയും. ഒരു ഭൂപ്രദേശത്തിന്റെ 1 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ദൃശ്യങ്ങൾ പോലും സൂക്ഷ്മതയോടെ പകർത്തും. മഞ്ഞുരുകൽ, കാട്ടുതീ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങി ഭൗമോപരിതലത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനും റഡാറിന് കഴിയും. പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പുറമെ കൃഷി, കാലാവസ്ഥാ വ്യതിയാനം, മണ്ണിന്റെ ഈർപ്പം കൃത്യമായി കണക്കാക്കൽ എന്നിവയ്ക്കുള്ള ഡാറ്റ അയക്കാനും ഇത് സഹായകമാകും. ഇരട്ട ഫ്രീക്വൻസിയിലുള്ള സിന്തറ്റിക് എപ്പർച്ചർ റഡാറിലൂടെ ഭൂമിയെ നിരീക്ഷിച്ച് ചിത്രങ്ങൾ പകർത്തുന്ന ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണിത്. നാസയുടെ ദീർഘതരംഗ ദൈർഘ്യമുള്ള റഡാറും ISROയുടെ ഹ്രസ്വതരംഗ ദൈർഘ്യമുള്ള റഡാറും ചേർന്നതാണിത്. 2392 കിലോഗ്രാം ഭാരമുള്ള നൈസർ ഏറ്റവും ചെലവേറിയ എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റാണ്. ISROയും US-ലെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും സംയുക്തമായാണ് ഉപഗ്രഹത്തിന്റെ പേലോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചില്ല. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്ന് കോടതി അറിയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്ന ഛത്തീസ്ഗഡ് സെഷൻസ് കോടതി അപേക്ഷ ബിലാസ്പൂർ NIA കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസ് പരിഗണിക്കേണ്ടത് NIA കോടതിയാണെന്ന് പോലീസ് വാദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യ ഹർജി പരിഗണിക്കാൻ അധികാരമില്ലെന്നും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി ഹർജിക്കാരോട് ആവശ്യപ്പെട്ടത്. മനുഷ്യക്കടത്ത് കുറ്റം ആരോപിക്കപ്പെട്ടതിനാൽ കേസ് ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക് മാറ്റുകയാണെന്നും ദുർഗ് സെഷൻസ് കോടതി അറിയിച്ചു. മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ലെന്നും ജോലി ചെയ്ത് ജീവിക്കാനായി ഭരണഘടന നൽകുന്ന അവകാശമാണ് യുവതികൾ ഉപയോഗിച്ചതെന്നും ജാമ്യാപേക്ഷയിൽ കന്യാസ്ത്രീകൾ ഉന്നയിച്ചിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കാതായതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. അതിനിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കോടതിക്ക് മുന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ രംഗത്തെത്തി. കോടതി തീരുമാനം വന്നതിന് പിന്നാലെ കോടതിക്ക് മുന്നിൽ ഇവർ ആഹ്ലാദ പ്രകടനവും നടത്തി. कोर्ट को स्वर्णाधिकार नहीं है क्यों? क्या होता है, ये मामला NIA का बन रहा है, मानव तस्करी से संबंधित मामला है. इसका कोर्ट, हाँ, इसका कोर्ट अलग है, ये कोर्ट अलग है, ठीक है. इसकी ये कोर्ट को सुनने का अधिकार ही नहीं है. ये गलत जगह इन्होंने एप्लीकेशन मूव किया है. तो अभी पुलिस को आदेश किया गया कि 15 दिन पूरी जांच करेंगे और उसके बाद ये मामला NIA में जाएगा. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ പ്രതിഷേധിച്ചു. വിഷയം KC വേണുഗോപാലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MPയും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ചർച്ചയില്ലെന്ന് ഭരണപക്ഷം അറിയിക്കുകയും ചെയ്തു. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം നടന്നു. We are demanding an end to this kind of atrocity against minorities. It is not fair at all. These are also ladies. There were 2 or 3 ladies with another bunch of ladies. They should not be manhandled and treated like this. And you cannot just accuse people of things that they are not doing. 5 ദിവസം മുമ്പാണ് ഛത്തീസ്ഗഡിൽ വെച്ച് മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുന്നത്. സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നിവരെ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചാണ് ജയിലിലടച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാജ്ഭവനിലേക്ക് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് KPCC ആസ്ഥാനത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ നടത്തം ഉദ്ഘാടനം ചെയ്തത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, PC വിശ്വനാഥ് MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. BJP സർക്കാരിന്റെ പിന്തുണയോടെ ക്രിമിനലുകൾ രാജ്യം ഭരിക്കുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കേരളത്തിന്റെ പ്രതിഷേധം ഗവർണർ അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അറിയിക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അറിയിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ, പ്രധാനമന്ത്രിയെയും അറിയിക്കാൻ ഇനിയും വൈകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് കേരളത്തിന്റെ പ്രതിഷേധമായി നമ്മൾ മാറ്റും. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ കൂടെ ഉണ്ടാകും. വർഗീയ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് BJPയുടെയും RSSന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയും RSSും ചേർന്ന്
ഇത് ഒരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു. പലരും പറയുന്നില്ല പേടിച്ച്. ഇന്ന് ന്യൂനപക്ഷങ്ങൾ പേടിയിലാണ്. പ്രതിഷേധത്തിനിടെ KC ജോസഫ് കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ ഉടൻ തന്നെ ഷാഫി പറമ്പിൽ MP-യുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ക്രൈസ്തവ കൂട്ടായ്മ തിരുവനന്തപുരത്ത് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. രാജ്ഭവന് മുന്നിൽ നടന്ന പൊതുയോഗം മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് വിശ്വാസികൾ മൗനജാഥയിൽ പങ്കാളികളായി. ഛത്തീസ്ഗഡിലെ ദുർഗയിൽ കഴിഞ്ഞ 5 ദിവസമായി ജയിലിൽ കഴിയുന്ന സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിയെയും ജയിൽ മോചിതരാക്കണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈസ്തവ കൂട്ടായ്മ മൗനജാഥ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ക്രൈസ്തവ കൂട്ടായ്മയായ കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാജ്ഭവൻ വരെയാണ് മാർച്ച് നടത്തിയത്. തിരുവനന്തപുരം സഹായമെത്രാൻ ക്രിസ്തുദാസ് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്തു. നെയ്യാറ്റിൻകര സഹമെത്രാൻ D. സെൽവരാജൻ പ്രതിഷേധ മൗനജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്ഭവന് മുന്നിൽ നടന്ന പൊതുയോഗം കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത തോമസ് ജെ നെറ്റോ, തിരുവനന്തപുരം അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര, മാർത്തോമാ സഭ മെത്രാപ്പൊലീത്ത ഐസക് മാർ ഫിലിക്സ് നോസ് തുടങ്ങിയവർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. അധികാരികൾ ഇച്ഛാശക്തിയോടെ നീതി നടപ്പിലാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നും പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടു. സംഭവം ഈ സന്യാസിനിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുർഗയിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിലാഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി. ഇതാണോ മതേതര ജനാധിപത്യം? ഇതാണോ ആർഷ ഭാരത സംസ്കാരം? ഈ സഹോദരിമാരോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഏകരായി കഴിയുന്നവരല്ല. ഈ വേദനയിൽ, പ്രയാസത്തിൽ, തടവറയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നതായി വലിയൊരു ജനസമൂഹമുണ്ട് എന്നുള്ളതായ സന്ദേശമാണ് നാം ഇവിടെ ഉയർത്തുന്നത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് മലയാളികളായ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തത്. ഇവരെ അനധികൃതമായി അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കേരളത്തിനകത്തും പുറത്തും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ കൊച്ചിയിലും വിശ്വാസികളുടെ പ്രതിഷേധം. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലായിരുന്നു പ്രതിഷേധം. മെഴുകുതിരി തെളിയിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു പ്രതിഷേധം നടത്തിയത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതയുടെ വീട് സന്ദർശിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. അറസ്റ്റിലായ സിസ്റ്റർമാരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിനാണ് അവരെ സന്ദർശിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പലരും ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അവർ ആരോപിച്ചു. അമ്മമാർ ജയിലിനകത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ആ അമ്മച്ചിയെ ഒന്ന് കാണാനും ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഭരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നവരോടാണ് യഥാർത്ഥത്തിൽ അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. കാരണം NIA കോടതിയിൽ നിന്ന് ഇത്തരം ട്രാഫിക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ജാമ്യം എടുക്കണം എന്നുള്ള ഒരു നിരീക്ഷണം പറഞ്ഞതാരാണ്? ഏതെങ്കിലും ഒരു BJPയുടെ നേതാവല്ലല്ലോ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഓർമ്മ പുതുക്കി നാട്. ഉരുൾ കവർന്നെടുത്തവരുടെ ഫോട്ടോകൾ പതിച്ച സ്മൃതി കൂടാരത്തിൽ ആയിരങ്ങൾ പുഷ്പാർച്ചന നടത്തി. സർവമത പ്രാർത്ഥനയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു.
ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവർ. അനാഥത്വത്തിന്റെ ഒരു വർഷം. പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയ്യെയും തകർത്ത് പുന്നപ്പുഴ കുത്തിയൊലിച്ച് ചാലിയാറിലേക്ക്. ദുരന്തഭൂമിയിൽ ജീവൻ പൊലിഞ്ഞവരെ അടക്കം ചെയ്ത ഹൃദയഭൂമിയിൽ കുടീരങ്ങൾക്കു മുന്നിൽ ഒരു നാട് വിങ്ങലോടെ കൈകൂപ്പി നിന്നു. പൂക്കളും മിഠായികളും കളിപ്പാട്ടങ്ങളും അർപ്പിച്ചവർ ഹൃദയം നുറുങ്ങുന്ന വേദന ഉള്ളിലൊതുക്കി പുഷ്പങ്ങൾ അർപ്പിച്ചു. മരണമടഞ്ഞ 298 പേരുടെ ഫോട്ടോകൾക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ തിരയുന്നവർ കണ്ണീർ കാഴ്ചയായി. പ്രാർത്ഥനകളും പുഷ്പാർച്ചനകളുമായി അതിരാവിലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടവർ ഒഴുകിയെത്തി. കലണ്ടർ വർഷങ്ങൾ മാറുമ്പോഴും ജൂലൈ 30 ഒരു തീരാനോവായി ഒരു നാടിന്റെ ഇടനെഞ്ചിലുണ്ടാകും. സർവമത പ്രാർത്ഥനകൾക്കു ശേഷം നടന്ന പുഷ്പാർച്ചനയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന 49 പേരെ കൂടി പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് 49 പേരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ അപ്പീൽ അംഗീകരിച്ചാണ് തീരുമാനം. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഇവരെ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരുന്നത്. പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിനാൽ ഇവരും വയനാട് ടൗൺഷിപ്പിന്റെ ഭാഗമാകും. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ധനസമാഹരണത്തിൽ പാളിച്ചകളില്ലെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. നടപടി സ്വീകരിച്ചത് പിരിവ് പൂർത്തിയാകാത്ത ഘടകങ്ങൾക്കെതിരെയാണ്. യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനം വയനാട്ടിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് പ്രാർത്ഥനാ യജ്ഞം നടത്തി മാതാമൃതാനന്ദമയി മഠം. ദുരന്തത്തിന്റെ ഓർമ്മ ദിനത്തിൽ ദുരന്ത അതിജീവിതരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാണ് മേപ്പാടി മഠത്തിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയത്. മരണപ്പെട്ടവരുടെ ബന്ധുക്കളും പ്രാർത്ഥനയിൽ പങ്കാളികളായി. മൃത്യുഞ്ജയ ഹോമവും തിലഹോമവും ഭജനയും സത്സംഗവും ധ്യാനവും നടന്നു. മേപ്പാടി ആശ്രമ മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പരിപാടികൾക്ക് നേതൃത്വം നൽകി. വയനാട് ദുരന്ത ബാധിതർക്കായി ഓർത്തഡോക്സ് സഭ 50 വീടുകൾ നിർമ്മിച്ചു നൽകും. ഇതിനായി 2 ഏക്കർ സ്ഥലം വില കൊടുത്തു വാങ്ങും. മേപ്പാടിയിൽ 22 വീടുകളും ചൂരൽമലയിൽ 16 വീടുകളും കുറിച്യാർമലയിൽ ദുരന്തം നാശം വിതച്ച മറ്റിടങ്ങളിലുമായി ശേഷിക്കുന്ന വീടുകളും സഭ നിർമ്മിച്ചു നൽകും. വഴി സൗകര്യം, പൊതു ഇടങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയാകും വീടുകളുടെ നിർമ്മാണം. ഓർത്തഡോക്സ് സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റേതാണ് തീരുമാനം. ഒരു നാടിന്റെ കായിക ഉന്നതിക്ക് വഴിയൊരുക്കിയ കളിസ്ഥലം സംരക്ഷിക്കാനുള്ള നിയമയുദ്ധത്തിലാണ് തൃശൂർ പാടൂക്കാട് നിവാസികൾ. രാമവർമ്മപുരം UP സ്കൂളിന്റെ കളിസ്ഥലം SRV സംഗീത കോളേജിന്റെ നിർമ്മാണത്തിനായി കൈമാറുന്നതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. സ്കൂളിന്റെ 2 ഏക്കർ 30 സെന്റ് ഭൂമിയുടെ കൈവശാവകാശം SRV സംഗീത കോളേജിന് നൽകിയത് റവന്യൂ വകുപ്പാണ്. ഗവൺമെന്റ് UP സ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളുടെ ഏക കളിസ്ഥലമായിരുന്നു ഇത്. പരിസരത്തെ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വ്യായാമത്തിനും പ്രഭാത നടത്തത്തിനും കളിസ്ഥലമായും ഉപയോഗിച്ചു വരുന്നതും ഇതേ ഗ്രൗണ്ടാണ്. കേരളത്തിൽ നിന്നും നിരവധി ദേശീയ കായിക താരങ്ങളെയും പോലീസ്, റെയിൽവേ തുടങ്ങിയ സർക്കാർ സർവീസുകളിലേക്കും നിരവധി കായിക താരങ്ങളെയും സമ്മാനിച്ച ചരിത്രം കൂടി ഈ കളിസ്ഥലത്തിനുണ്ട്. നിലവിൽ ഈ ഭൂമി SRV സംഗീത കോളേജിന്റെ നിർമ്മാണത്തിനായി റവന്യൂ വകുപ്പ് കൈമാറിയിരിക്കുകയാണ്. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിൽ നിലവിലുള്ള കളിസ്ഥലത്തിനടുത്തായി ഭൂമി വേറെ ഉണ്ടായിരുന്നിട്ടും നാട്ടുകാർ വർഷങ്ങളായി കായിക പ്രവർത്തനം
പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമി തന്നെ കോളേജ് നിർമ്മാണത്തിന് വിട്ടു നൽകുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. പ്രദേശവാസികളും സ്കൂളിലെ പിള്ളേരും ഒക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കളിക്കാനായിട്ട് വേറൊരു ഗ്രൗണ്ട് ഇല്ല. ഈ കോർപ്പറേഷൻ ഏരിയയിൽ വേറൊരു ഗ്രൗണ്ട് ഇല്ല. പല ആൾക്കാർ പല ടൈമിലായിട്ട്, അതായത് കാലത്തൊരു ടീം, വൈകുന്നേരം ഒരു ടീം, അങ്ങനെ കളിച്ചു വരുന്നൊരു ഗ്രൗണ്ടാണ്. അത് ഒരു വയസ്സായ ആൾക്കാർ നടക്കുന്നതും വ്യായാമം ചെയ്യുന്നതൊക്കെ ഈ ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെ നൽകി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണിത്. സ്ഥലം കോളേജിന്റെ ഉടമസ്ഥതയിലാണെന്നും അതിക്രമിച്ചു കയറരുതെന്നും കാണിച്ച് സ്ഥലത്ത് ബോർഡുകൾ സ്ഥാപിച്ചതിനു ശേഷമാണ് നാട്ടുകാർ കാര്യമറിയുന്നത്. ഭൂമിയുടെ കൈയവകാശമുള്ള UP സ്കൂൾ അധികൃതർക്കും സ്ഥലം കൈമാറുന്നതിനെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. രാമവർമ്മപുരം സ്വദേശി ആലത്ത് ഗോപിയാണ് 50ഓളം നാട്ടുകാരുടെ ഒപ്പ് ശേഖരിച്ച് പരാതി സമർപ്പിച്ചത്. വില്ലേജ് ഓഫീസർ, വിദ്യാഭ്യാസ ഓഫീസർ, സ്കൂൾ HM അല്ലെങ്കിൽ തഹസിൽദാർ ആരോടും ഒരു റിപ്പോർട്ട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. നേരെ ഒരു ഓർഡർ അവിടെ നിന്ന് വന്നു. ഇവിടെ അതിനുശേഷം പോലീസ് വന്ന് ഇവിടെ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കി. ഇപ്പം ഞങ്ങൾക്ക് കളിക്കാം, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓർഡർ ഉണ്ട്. സ്കൂളിൻ്റെ കയ്യിൽ 10 ഏക്കർ ഭൂമിയാണുള്ളത്. അതിലത്തെ 2 ഏക്കറിൽ സ്കൂൾ നിൽക്കുന്നു. 2 ഏക്കർ ഈ ഗ്രൗണ്ടാണ്. ബാക്കി 6 ഏക്കർ ഇവിടെ വെറുതെ കിടക്കുക. കോളേജ് ആ സ്ഥലത്ത് പണിയാം. അതും എല്ലാം ഈ ഭൂമികളെല്ലാം സർക്കാർ റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ്. നിലവിൽ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. കോടതി വിധി അനുകൂലമായി കളിസ്ഥലം തന്നെയായി നാട്ടുകാർക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, തൃശൂർ. കളിസ്ഥലം തിരികെ ലഭിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിനാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുങ്ങുന്നത്. ഒരു ഗ്രാമത്തിന്റെ വികാരമാണ് ഈ കളിസ്ഥലമെന്നും അത് കളിസ്ഥലമാണ് തന്നെ തിരികെ വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഹോക്കി പ്ലെയർ, നാഷണൽ പ്ലെയർ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും കൂടിയാണ്. ഈ സ്കൂളിൽ കളിച്ചിട്ടാണ് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നാഷണൽസ് കളിച്ചിട്ടുണ്ട് ഇവിടെ. ഇതിങ്ങനെ ആക്കി പിന്നെ ഇവരിങ്ങനെ കാടാക്കിയത്. ഇതിനിപ്പോട്ട് ഇങ്ങനെ കാടായിട്ട് കിടന്നിട്ടില്ല. നല്ല ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഗ്രൗണ്ട് തന്നെ ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല സമരത്തിലേക്ക് ഇറങ്ങാനുള്ള ഉദ്ദേശമാണ്. സംഗീത കോളേജ് വരുന്നതുകൊണ്ട് പ്രദേശവാസികൾക്കോ അല്ലെങ്കിൽ കളിക്കുന്ന കുട്ടികൾക്കോ യാതൊരു എതിർപ്പുമില്ല. അതിനവർ വേറൊരു സ്ഥലം കണ്ടെത്തി. ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് തന്നെ മാറി കുറച്ച് സ്ഥലം അങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലം നമ്മുടെ കിടക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ട് തന്നെ അവർക്ക് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിക്കുന്ന ആളുകളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ, ആർക്കും അങ്ങോട്ട് കിടക്കാനോ ഇങ്ങോട്ട് കിടക്കാനോ പാടില്ല എന്നുകൊണ്ട് ഒരു ബോർഡ് വെച്ചിരുന്നു. അതിന് ശേഷമാണ് പോലീസുകാർ വന്ന് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പിടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തത്. ഞങ്ങളുടെ കുട്ടികളായി ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ കാരണന്മാരൊക്കെ കളിച്ചു വളർന്ന സ്ഥലം അത്. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമില്ലാണ്ട് പോയി. നാട്ടിൽ തന്നെ ഗ്രൗണ്ടില്ല കോമൺ ആയിട്ടേ. അതാണ് ഇപ്പോൾ ഇത് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. പെട്ടെന്നൊരു തീരുമാനം ഇവിടെ വരുന്നതാണ്. ഗ്രൗണ്ടിൽ ഇവിടെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് ഇവിടെ കളിക്കാൻ പാടില്ല, സംഗീത അക്കാദമിയുടെ സ്ഥലമാണ്, ഇവിടെ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം പിടിച്ച് പുറത്താക്കി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കാര്യങ്ങൾ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ നൽകും. ഹരീഷ്, ഈ ദേശീയ കായിക താരങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ കളിച്ചു വളർന്ന ഇടമാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഗീത കോളേജിന് കെട്ടിട നിർമ്മാണത്തിനായി നൽകിയത്? ഒപ്പം റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ. ഒരു കളിസ്ഥലം എന്നതിലുപരി ആളുകളെല്ലാം ഒത്തുകൂടുന്ന സായാഹ്നങ്ങളിൽ അത്തരത്തിൽ സാമൂഹികമായി ഒത്തുകൂടുന്ന സംഭാഷണങ്ങൾ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു UP സ്കൂൾ ഗ്രൗണ്ട് എന്നുള്ളത്. നിരവധി ആളുകൾ, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇത്തരത്തിൽ ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് വളരാത്തവരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിരവധി നാഷണൽ താരങ്ങളെ വരെ വാർത്തെടുത്ത ആ ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ ഈ ഒരു മ്യൂസിക് കോളേജിൻ്റെ പേരിൽ ഇല്ലാതാകാൻ പോകുന്നത് എന്നുള്ളൊരു വിഷമമാണ് അവിടുത്തെ ആളുകൾ പങ്കുവയ്ക്കുന്നത്. നിരവധി കുട്ടികൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, സമീപത്തൊന്നും മറ്റ് ഗ്രൗണ്ടുകളില്ല. അവർക്ക് ഈ താരങ്ങൾക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ കളിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഒക്കെ ഏക ആശ്രയം ഈ ഒരു ഗ്രൗണ്ടാണ്. ആ ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ മ്യൂസിക് കോളേജിന് വേണ്ടി ഇല്ലാതാകാൻ പോകുന്നത് എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഈ റവന്യൂ ഭൂമിയാണ്. ഈ റവന്യൂയുടെ തന്നെ നിരവധി ഭൂമികൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കിടക്കുമ്പോഴാണ് ഈ പ്രധാന കളിസ്ഥലം തന്നെ ഈ ഒരു മ്യൂസിക് കോളേജിനായി ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നു മറ്റ് സ്ഥലങ്ങൾ ഉള്ളപ്പോൾ എന്നുള്ളൊരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നു. എന്തായാലും ഗ്രൗണ്ട് തന്നെയായി ആളുകൾക്ക് വേണം എന്നുള്ളൊരു ആവശ്യം ഉയരുകയാണ്. അതിനായി വലിയ പ്രക്ഷോഭം വേണമെങ്കിൽ അതിനും തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് നിലനിൽക്കുകയാണ്.
കളിസ്ഥലം അങ്ങനെ തന്നെ വേണം. കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം ഈ പുതിയ കാലഘട്ടത്തിൽ തീർച്ചയായും വേണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ ഉടൻ നിയമിക്കണമെന്ന് സുപ്രീംകോടതി. നിയമനത്തിനായി ഗവർണറും സർക്കാരും യോജിച്ച് പ്രവർത്തിക്കണം. UGC ചട്ടങ്ങൾക്കനുസൃതമായി സ്ഥിരം വിസി നിയമനത്തിനുള്ള നടപടികൾ ഉടൻ തുടങ്ങണമെന്ന് നിർദ്ദേശിച്ച കോടതി വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ചാൻസലറായ ഗവർണർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ പരാമർശങ്ങൾ. വിസി നിയമനത്തിൽ അധികാര തർക്കമല്ല, സമവായമാണ് വേണ്ടതെന്ന് കോടതി പറഞ്ഞു. സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലർമാർ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലാകുന്നത് വിദ്യാർത്ഥികളാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയം കലർത്താതെ വിദ്യാർത്ഥികൾക്കു വേണ്ടി പ്രശ്നം പരിഹരിക്കണം. സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുവരെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർക്ക് പുതിയ വിജ്ഞാപനം ഇറക്കാമെന്നും സുപ്രീംകോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ JB പർഡിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അപ്പീൽ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി വന്നതിന് പിന്നാലെ വിസി നിയമനത്തിന് സർക്കാർ പാനൽ നൽകിയിരുന്നു. ഈ പാനൽ അംഗീകരിക്കാതെയാണ് ഗവർണർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ തർക്കത്തിൽ അയവില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വീണ്ടും ഇടപെട്ടെങ്കിലും സമവായമായില്ല. ഫോണിൽ സംസാരിച്ച മന്ത്രിയോട് രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ച് VC മോഹൻ കുന്നുമേൽ. സർവകലാശാല ആസ്ഥാനത്തെത്തിയ VC മോഹൻ കുന്നുമേലിനെതിരെ പ്രതിഷേധവുമായി SFI രംഗത്തുവന്നു. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ VC തർക്കം അനുദിനം മൂർച്ഛിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിലും പ്രശ്നം പരിഹരിക്കാനാകുന്നില്ല. ഇന്ന് VC മോഹനൻ കുന്നുമലുമായി മന്ത്രി R ബിന്ദു ഫോണിലൂടെ സംസാരിച്ചെങ്കിലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിലനിർത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് VC. എന്നാൽ സിൻഡിക്കേറ്റ് ആകട്ടെ സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ രജിസ്ട്രാറുടെ പല ഫയലുകളും VC മടക്കി അയച്ചു. സസ്പെൻഷനുള്ള രജിസ്ട്രാർക്ക് ഫയൽ അയക്കാൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി KS അനിൽകുമാറിന്റെ ഫയലിംഗ് സംവിധാനം VC തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇന്ന് സർവകലാശാലയിലെത്തിയ VC മോഹൻ കുന്നുമലിനെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. കനത്ത പോലീസ് കാവലിലാണ് VC സർവകലാശാല ആസ്ഥാനത്തെത്തിയതും മടങ്ങിപ്പോയതും. പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അതിനിടെ സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കുന്നതുവരെ താൽക്കാലിക VCമാർക്ക് തുടരാമെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുറത്തുപോയ VCമാരെ വീണ്ടും നിയമിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യുന്നത് അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സർക്കാർ തീരുമാനം കോടതി മരവിപ്പിച്ചു. ഗുരുതര രോഗമുള്ളതോ അപകടം പറ്റിയതോ ആയ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന സർക്കാർ തീരുമാനമാണ് മരവിപ്പിച്ചത്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെയാണ് ദയാവധം തടഞ്ഞത്. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും മുൻ ഉത്തരവുകൾ, ABC നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദയാവധം അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പ് ഈ മാസം പ്രഖ്യാപിച്ച നടപടികളുടെ ഭാഗമായാണ് മൃഗങ്ങളെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന തീരുമാനം ഉണ്ടായത്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റവർക്കുള്ള നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച കമ്മിറ്റി കോടതി അംഗീകരിച്ചു. അതിനിടെ പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ അടക്കം 5 പേരെ തെരുവുനായ ആക്രമിച്ചു. വെച്ചൂച്ചിറ CMS സ്കൂളിന് സമീപമാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. സെന്റ് തോമസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹെലീനെയും സ്ഥലത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരിയെയും റോഡിലൂടെ ബൈക്കിൽ പോയ എരുമേലി തുമരംപാറ സ്വദേശികളെയുമാണ് തെരുവുനായ ആക്രമിച്ചത്. പരിക്കേറ്റവരിൽ 2 പേരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്കും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. കോഴിക്കോട് കാവിലുംപാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടി വെച്ചു. കരിങ്ങാട് ഒടേരിപ്പൊയിൽ മലമുകളിൽ വച്ചാണ് ആഴ്ചകളായി ജനവാസ മേഖലയിൽ തുടരുന്ന ആനയെ വനം വകുപ്പിന്റെ ദൗത്യസംഘം മയക്കുവെടി വെച്ചത്. കുട്ടിയാനയെ ആദ്യം മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് മാറ്റും. ആരോഗ്യനില നിരീക്ഷിച്ച ശേഷം ആനക്കൂട്ടത്തിനൊപ്പം വിട്ടയക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ആഴ്ചത്തോളമായി കുട്ടിയാനയുടെ ശല്യം രൂക്ഷമായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കൃഷി നശിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 5 ദിവസം മുൻപാണ് കുട്ടിയാനയെ മയക്കുവെടി വെക്കാൻ ദൗത്യസംഘം സ്ഥലത്തെത്തിയത്. 2 ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയാനയെ കണ്ടെത്താനായില്ല. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി.
ശേഷം ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഒഡേരിപ്പൊയിൽ മലമുകളിൽ വെച്ച് ദൗത്യസംഘം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മലമുകളിൽ നിന്നും താഴെ എത്തിച്ചു. മുത്തങ്ങയിലെ ക്യാമ്പിൽ വെച്ച് പരിശീലനം നൽകിയ ശേഷം കുട്ടിയാനയെ ആനക്കൂട്ടത്തോടൊപ്പം വിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. ലോക ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറി. പാകിസ്ഥാനുമായി നാളെ സെമി ഫൈനൽ പോരാട്ടം നടക്കാനിരിക്കെയാണ് ഇന്ത്യയുടെ പിന്മാറ്റം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പ്രധാന സ്പോൺസറും പിന്മാറ്റ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ലീഗ് ഘട്ടത്തിലും പാകിസ്ഥാനുമായുള്ള മത്സരം ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു. ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാൻ ഫൈനലിലേക്ക് മുന്നേറും. രണ്ടാം സെമി ഫൈനലിൽ കളിക്കുന്ന ഓസ്ട്രേലിയ ചാമ്പ്യൻസോ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസോ ആയിരിക്കും ഫൈനലിൽ എതിരാളികൾ. 2020 ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ ഒന്നാം സ്ഥാനത്ത്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനെ പിന്തള്ളിയാണ് അഭിഷേക് ഒന്നാമതെത്തിയത്. ഈ വിഭാഗത്തിലെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനാണ് അഭിഷേക്. മുമ്പ് വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ് എന്നിവർ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഇന്ത്യയുടെ തിലക് വർമ്മയാണ് മൂന്നാം സ്ഥാനത്ത്. സൂര്യകുമാർ യാദവ് 6ാം സ്ഥാനത്താണ്. ഓപ്പണർ യശ്വസി ജയ്സ്വാൾ 2 സ്ഥാനം നഷ്ടമാക്കി 11ാമതായി. ബൌളർമാരുടെ റാങ്കിങ്ങിൽ ന്യൂസിലൻഡ് താരം ജേക്കബ് ഡൂഫി 1ാം സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ വരുൺ ചക്രവർത്തി 3ാം സ്ഥാനത്തുണ്ട്. 7ാം സ്ഥാനത്തുള്ള രവി ബിഷ്ണോയ്, 10ാമതുള്ള അർഷദീപ് സിംഗ് എന്നിവരാണ് ആദ്യ 10ലെ മറ്റ് ഇന്ത്യൻ ബൌളർമാർ. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിന് നാളെ ഓവലിൽ തുടക്കമാകും. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇംഗ്ലണ്ട്. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകും. 4ാം ടെസ്റ്റിൽ സമനില പൊരുതി നേടിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. നിർണായക 5ാം മത്സരം ഓവലിൽ നടക്കുമ്പോൾ ടീമിൽ അഴിച്ചുപണിയുണ്ടാകും. പരിക്കേറ്റ ഋഷഭിന് പകരം ധ്രുവ് ജുറൽ ടീമിലെത്തും. ബാറ്റിംഗിൽ മിഡിൽ ഓർഡർ കരുത്ത് കാണിക്കുന്നുണ്ട്. എങ്കിലും 3ാം നമ്പർ ബാറ്ററുടെ സ്ഥിരതയില്ലായ്മ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ടോപ്പ് ഓർഡറിൽ മാറ്റമുണ്ടാവില്ല എന്നാണ് സൂചന. ബുംറ കളിക്കില്ല എന്നാണ് റിപ്പോർട്ട്. 3 ടെസ്റ്റിലെ കളിക്കൂ എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ നിർണായക മത്സരമായതിനാൽ ഓവലിലും ബുംറയെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബുംറ കളിക്കുന്നില്ല എങ്കിൽ ആകാശ് ദീപായിരിക്കും ടീമിലുണ്ടാകുക. അൻഷുൽ കമ്പോജിന് പകരം അരങ്ങേറ്റക്കാരൻ അർഷദീപ് സിംഗിനും ഷാദുൽ താക്കൂറിന് പകരം സ്പിന്നർ കുൽദീപ് യാദവിനും അവസരം ലഭിച്ചേക്കും. ടോസും പിച്ചും നിർണായകമാണ്. തുടക്കത്തിൽ ബാറ്റിംഗിന് അനുകൂലം. കളി അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സ്പിന്നർമാരെ പിന്തുണയ്ക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്പിന്നർ കുൽദീപ് യാദവിനെ കളത്തിൽ ഇറക്കിയേക്കും. പരമ്പരയിൽ 2-1 മുന്നിലുള്ള ഇംഗ്ലണ്ട് ജെയ്മി ഓവർട്ടനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന് പരിക്കേറ്റതിനാൽ കളിക്കില്ല. ഒലി പോപ്പാണ് ഇംഗ്ലണ്ടിനെ നയിക്കുക. സ്പിന്നർ ലിയാം ഡോസണും അവസാന ടെസ്റ്റിൽ ഇല്ല. പകരം പേസർ ഗുസറ്റ്കിൻസൺ ടീമിലുണ്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യയുടെ പ്രകടനം ഭേദപ്പെട്ടതാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പൊരുതി തുടങ്ങിയെങ്കിലും 5 വിക്കറ്റിന് ഇംഗ്ലണ്ട് വിജയിച്ചിരുന്നു. എന്നാൽ 2ാം ടെസ്റ്റിൽ യുവനിരയുടെ കരുത്ത് കാട്ടി 336 റൺസിന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. 3ാം ടെസ്റ്റിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ വിജയം നഷ്ടമായി. 22 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. 4ാം ടെസ്റ്റിൽ കൂറ്റൻ സ്കോറും 1ാം ഇന്നിംഗ്സ് ലീഡും ഇംഗ്ലണ്ട് ഉയർത്തിയെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര ചെറുത്തുനിന്ന് ലീഡ് നേടി. ബാറ്റർമാരുടെ മികച്ച പ്രകടനത്തിലാണ് വീരോചിതമായ സമനിലയിൽ അവസാനിച്ചത്. ഓവലിൽ വിജയത്തിനപ്പുറം ഇന്ത്യ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. വിജയിച്ച് പരമ്പര സമനിലയിലാക്കാനാകും ഇന്ത്യയുടെ ലക്ഷ്യം. അതേസമയം ഓവലിൽ കളിച്ച 17 ടെസ്റ്റുകളിൽ ഇന്ത്യക്ക് ജയിക്കാനായത് 2 എണ്ണത്തിൽ മാത്രമാണ്. 6 മത്സരങ്ങളിൽ ഇന്ത്യ തോറ്റു. 9 എണ്ണം സമനിലയിലായി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ധർമ്മസ്ഥലയിൽ 5 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായപ്പോൾ നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി സൂചന. ചുവന്ന ബ്ലൗസും ആധാർ കാർഡും കണ്ടെത്തിയതായാണ് വിവരം. അതേസമയം സംശയാസ്പദമായി ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് DGPയുടെ വിശദീകരണം. ധർമ്മസ്ഥലയിൽ നേത്രാവതി നദിക്കരയിൽ 2ാം ദിനത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുന്നതിനിടെയാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് 1 നിന്ന് സ്ത്രീയുടെ ചുവന്ന ബ്ലൗസും ആധാർ കാർഡും ATM കാർഡും പാൻ കാർഡും ലഭിച്ചതായാണ് വിവരം. ലക്ഷ്മിയുടെ പേരിലുള്ളതാണ് ആധാർ കാർഡ്. മറ്റുള്ളവ പുരുഷന്മാരുടേതാണെന്നാണ് ലഭ്യമാവുന്ന വിവരം. 2.5 അടി താഴ്ചയിൽ മണ്ണ് നീക്കിയപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വസ്തുക്കൾ ലഭിച്ചത്. നേത്രാവതി നദിക്കരയിൽ പുറമ്പോക്കിലും വനമേഖലയിലുമായി 11 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതായി മുൻ ക്ഷേത്ര പരിചാരകൻ മൊഴി നൽകിയിരുന്നു. 1998-നും 2000-നുമിടയിൽ 100-ലധികം മൃതദേഹങ്ങൾ ഈ പോയിന്റുകളിലായി കൂട്ടത്തോടെ കുഴിച്ചുമൂടിയെന്നാണ് മുൻ ക്ഷേത്ര പരിചാരകന്റെ വെളിപ്പെടുത്തൽ. മനുഷ്യന്റെ അസ്ഥികളൊന്നും കണ്ടെത്താനായില്ലെന്നാണ് കർണാടക DGP പ്രണബ് മൊഹന്തി വ്യക്തമാക്കിയത്. ബ്ലൗസും തിരിച്ചറിയൽ രേഖകളും ലഭിച്ചെന്ന് വ്യക്തമാക്കിയത് ആക്ഷൻ കമ്മിറ്റിയിലെ അഭിഭാഷകനായ മഞ്ജുനാഥാണ്. അടുത്ത ദിവസങ്ങളിലും പ്രദേശത്ത് പരിശോധന തുടരും. അമൃത ന്യൂസ്, മംഗലാപുരം.
തിരുവനന്തപുരം കോർപ്പറേഷനിൽ SC/ST BPL ഫണ്ടുകളിൽ ലക്ഷങ്ങളുടെ തിരിമറി. തട്ടിപ്പ് നടത്തിയ 14 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. തിരിമറി നടത്തിയതിൽ 2 പേർ കോർപ്പറേഷൻ ജീവനക്കാരാണ്. പിന്നോക്ക വിഭാഗത്തിലെ സ്ത്രീകൾക്കായുള്ള ജനകീയാസൂത്രണ പദ്ധതി സ്കീമുകളിലാണ് 1,26,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നത്. വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകിയാണ് പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള ഫണ്ട് തട്ടിയെടുത്തത്. 2 കോർപ്പറേഷൻ ജീവനക്കാരെ കൂടാതെ ഏജന്റുമാരും പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജറുമാണ് ഫണ്ട് തിരിമറിയിൽ ഉൾപ്പെടുന്നത്. തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ പ്രത്യേക യൂണിറ്റ് 1 ഇവരെ അറസ്റ്റ് ചെയ്തത്. നഗരസഭയുടെ ആഭ്യന്തര അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഒരു ഗ്രൂപ്പിന് 3 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയിലാണ് തിരിമറി നടന്നത്. ഇത്തരത്തിൽ രൂപീകരിച്ച 33 ഗ്രൂപ്പുകളുടെയും പണം എത്തിയത് ഒറ്റ അക്കൗണ്ടിലേക്കാണ്. പല ഗ്രൂപ്പുകളിലുമുള്ളത് ഒരേ അംഗങ്ങളും. ഒരാളുടെ പേരിൽ മാത്രം 5ലധികം ഗ്രൂപ്പുകൾ കണ്ടെത്തി. 2 വർഷം കൊണ്ട് 1,26,00,000 രൂപ എത്തിയത് UDF നിയന്ത്രണത്തിലുള്ള പട്ടം സഹകരണ ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ്. 2,26,00,000 രൂപയുടെ തട്ടിപ്പ് എന്നായിരുന്നു മേയർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വാട്സപ്പ് സന്ദേശത്തിലൂടെ കണക്ക് 1,26,00,000 എന്ന് വ്യക്തമാക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി ഗോശ്രീ പാലത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വൈപ്പിൻ ദ്വീപ് നിവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്ത്രീകൾ പാലത്തിലൂടെ പിന്നിലേക്ക് നടന്നും ഫുട്ബോൾ കളിച്ചുമായിരുന്നു പ്രതിഷേധം. ദ്വീപിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഫ്രാഗിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സമാന്തര പാലം ഉടൻ തുറന്നു നൽകുക, തിരക്കുള്ള സമയത്ത് കണ്ടെയ്നർ ഗതാഗതം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഗോശ്രീ 2ാം പാലത്തിന്റെ സമാന്തര പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നു വരികയാണ്. ഇതുമൂലം മണിക്കൂറുകളാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. വൈപ്പിനിൽ നിന്നും എറണാകുളം ഹൈക്കോർട്ട് ഭാഗത്തേക്കെത്താൻ നേരത്തെ 20 മിനിറ്റായിരുന്നു വേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂർ വേണ്ടിവരുന്നതായി ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ പറയുന്നു. മൺസൂൺ ആയതുകൊണ്ടാണ് ഈ പണി പൂർത്തിയാകാത്തത് എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും ബന്ധപ്പെട്ട കരാറുകാരനും നമ്മളോട് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, ജൂൺ ജൂലൈ മാസത്തിൽ മൺസൂൺ വന്നാൽ യാതൊരുവിധ റോഡ് പണികളും നടക്കില്ല എന്ന് സാധാരണ ആളുകൾക്ക് പോലും അറിയാം. യാതൊരു വിധത്തിലുള്ള കൃത്യമായ ആസൂത്രണവുമില്ലാതെ വൈപ്പിനിലെ ജനങ്ങളെ 60 ദിവസത്തിലും അധികമായി നരകിക്കാൻ വിട്ടുകൊടുത്ത NHAയുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമമായ ആവശ്യം. സമാന്തര പാലത്തിലെ പണികൾ ആരംഭിച്ചിട്ട് 1.5 മാസം പിന്നിടുന്നു. ദേശീയപാത അതോറിറ്റിയും കരാറുകാരനും മെല്ലെപ്പോക്ക് സമീപനമാണ് തുടരുന്നതെന്നും ജനങ്ങൾ ആരോപിച്ചു. പണി നടക്കുന്ന പാലത്തിലൂടെ പിന്നിലോട്ട് നടന്നും പാലത്തിൽ ഫുട്ബോൾ കളിച്ചുമായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യൻ നാഷണൽ ക്വിസിംഗ് അസോസിയേഷനുമായി ചേർന്ന് ക്വിസ് പോസിറ്റീവ് ക്ലബിന് രൂപം നൽകി നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ. ക്വിസ് പോസിറ്റീവ് ക്ലബിന്റെ ഉദ്ഘാടനം IIST പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ കുരുവിള ജോസഫ് നിർവഹിച്ചു. വിവിധ വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികളുടെ ക്വിസ് മത്സരവും നടന്നു. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള ക്വിസ് പോസിറ്റീവ് ക്ലബിന് രാജ്യത്ത് ആദ്യം രൂപം നൽകിയത് കേരളത്തിൽ നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിലാണ്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ കുരുവിള ജോസഫ് ക്യൂ പോസിറ്റീവ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കളികളിലൂടെയും ലളിത പരിശീലനത്തിലൂടെയും വിദ്യാർത്ഥികളെ അറിവുള്ളവരാക്കി മാറ്റുകയാണ് ക്യൂ ക്ലബിന്റെ ലക്ഷ്യമെന്നും സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും ക്ലബ്ബ് വ്യാപിപ്പിക്കുമെന്നും IQA കേരള ഓപ്പറേഷൻ ഹെഡ് ജിസ് ജോൺ സെബാസ്റ്റ്യൻ പറഞ്ഞു. ബേസിക്കലി ക്വിസ് ക്ലബ്, ബട്ട് ക്വിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദ്യോത്തര പരിപാടി എന്ന് മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷേ ക്വിസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കുറേ ആൾക്കാരിൽ കൂടെ എത്തിക്കുക, ഇതിനെ അക്കാഡമിക് ഡെവലപ്മെൻറ്റിലും അതുപോലെ തന്നെ ഒരു ഫൺ ലേണിംഗ്, ഒരു ഗെയിമിഫിക്കേഷൻ ലേണിംഗ് എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ ഈ ഒരു ക്യൂ പോസിറ്റീവ് ക്ലബിൻ്റെ ലോഞ്ച് ഇവിടെ നടക്കുന്നത്. അറിവിൻ്റെ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ വഴിതിരിച്ചു വിടുന്നതിലൂടെ മികച്ച തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്ന അമൃത വിദ്യാലയം ഓൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ GS സജികുമാർ പറഞ്ഞു. കുട്ടികൾ മറ്റു പല കാര്യങ്ങളിലേക്കും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ സമയം ഇത്തരം കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കുകയും ഈ ക്ലബിനെ അവർ തന്നെ അത് മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇടയ്ക്കിടെ കോമ്പറ്റീഷൻസ് നടത്തുക, സ്കൂളുകളിൽ കോമ്പറ്റീഷൻസ് നടത്തുക എന്നൊക്കെ ഉള്ള ഒരു
ഒരു ഐഡിയ ആണ് ഇതിൻ്റെ പിന്നിൽ ശരിക്കും പ്രവർത്തിക്കുന്നത്. ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി ക്വിസ് മത്സരവും ക്യൂ പോസിറ്റീവ് ക്ലബിന്റെ ഭാഗമായി നടന്നു. വിജയികൾക്ക് അമൃത വിദ്യാലയം ഓൾ കേരള ഡയറക്ടർ GS സജികുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠം അസിസ്റ്റന്റ് മാനേജർ അഭിഷേക് പ്രസന്നൻ, ക്വിസ് മാസ്റ്റർ മഹാദേവൻ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാമ 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 പാഹി മാം. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കളിക്കുന്ന വാനരനെ പോലെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് കോഴിക്കോട് മാതാമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. വാനര മനസ്സ് ആത്മനിയന്ത്രണത്തിലൂടെ മാറുകയും മാതൃകയാകുകയും ചെയ്യുന്ന ആളാണ് രാമായണത്തിലെ ഹനുമാനെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. ഓം അമൃതേശ്വരിയേ നമഃ. അമ്മ പറയാറുണ്ട്, ഈ മനുഷ്യ മനസ്സാണ് ഏറ്റവും വലിയ വാനരൻ. വാനരൻ്റെ സ്വഭാവം അറിയാമല്ലോ, അത് ചാടിക്കൊണ്ടേയിരിക്കും. ഒരു മരത്തിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. ഒരിടത്തും അത് അടങ്ങിയിരിക്കാറില്ല. അതുപോലെയാണ് മനുഷ്യ മനസ്സ്. ഒരൊറ്റച്ചാട്ടത്തിന് നമുക്ക് എവിടെ വേണേൽ പോകാം. അമേരിക്കയിലോ റഷ്യയിലോ ജപ്പാനിലോ അല്ലെങ്കിൽ ആകാശത്തിലോ ശൂന്യാകാശത്തിലോ ചന്ദ്രനിലോ എവിടെ വേണേൽ പോകാം. ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. നിമിഷം കൊണ്ട് എവിടെ വേണേലും പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അടക്കി നിർത്തിയാൽ ഉണ്ടാകുന്ന ഗുണം അത് നമുക്ക് ഹനുമാനിലൂടെ പഠിപ്പിക്കുകയാണ്. വാനരൻ നരനാകുന്നു, നരൻ നാരായണനാകുന്നു. അതെങ്ങനെ വേണമെന്ന് ഹനുമാനിലൂടെയാണ് വാൽമീകി മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതുപോലെ ദൈവത്തെപ്പോലെ ആരാധിക്കാൻ ഹനുമാനെ ആൾക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. കാരണം ആ വാനര മനസ്സിനെ ആത്മനിയന്ത്രണശീലത്തിലൂടെ ശമതമാദികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണജ്ഞാനിയായി മാറി കർമ്മമണ്ഡലത്തിൽ വലിയൊരു മാതൃകയായി ശോഭിച്ച ദാസഭാവനയുടെ മഹത്വം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മാതൃകയായിട്ടാണ് നമുക്ക് ഹനുമാനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളും നമ്മുടെ ആത്മനിയന്ത്രണശീലത്തിലൂടെ ശമതമങ്ങളിലൂടെ ആത്മനിയന്ത്രണശീലമില്ലാത്ത ജനങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക, എങ്കിൽ നമുക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കും എന്ന് ഹനുമാനിലൂടെ പഠിപ്പിക്കുകയാണ്. ജയ് ശ്രീറാം. അഗതികൾക്ക് ആശ്രയമായി പത്തനംതിട്ട തുമ്പമൺ പുന്നക്കുന്നുമലയിൽ ഒരു സ്ഥാപനമുണ്ട്. സന്തോഷ് ജോർജ് അച്ഛൻ്റെ ബെലോത്സ മരിയൻ ഹോം. അഗതികളായ മനുഷ്യർക്കും വിവിധ ഇനം പക്ഷി മൃഗാദികൾക്കുമൊപ്പം 30ഓളം പൂച്ചകളാണ് ഇവിടത്തെ കൗതുകം. ബച്ചേത മരിയൻ ഹോമിലെ സന്തോഷ് ജോർജ് അച്ഛനും മറ്റ് അന്തേവാസികൾക്കും ചിരിയും കളിയും സന്തോഷവും നൽകുകയാണ് ഈ പൂച്ചകൾ. വിലയേറിയ പേർഷ്യൻ ഇനങ്ങളാണ് കൂടുതലും. കുട്ടിമണി, സെറ, മനു, കുട്ടു അങ്ങനെ പല പേരുകാർ. സന്തോഷച്ചൻ ഒന്ന് നീട്ടി വിളിച്ചാൽ ഓടിയെത്തും ഓരോരുത്തരും. ഇവിടെ നിലവിൽ 30ഓളം പൂച്ചകളുണ്ട്. അതിൽ 98% പേർഷ്യൻ ക്യാറ്റ്സുകളാണ്. വെസ്റ്റേൺ കൺട്രീസിലുള്ള 2 പൂച്ചകളുണ്ട്. അവർക്ക് എല്ലാവർക്കും പേരുകളുണ്ട്. പേര് വിളിച്ചാൽ എല്ലാവരും അടുത്ത് വരും. എല്ലാവരുമായിട്ടും വളരെ അറ്റാച്ച്ഡ് ആണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇൻമേറ്റ്സ് ഇവരുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അവർ അങ്ങോട്ട് പോയി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഇവിടെ കാണാൻ പറ്റും. സാധാരണ ഭക്ഷണമൊന്നും ഇവർ കഴിക്കാറില്ല. ഇവരുടെ തന്നെ ഫുഡ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്ന രീതിയാണുള്ളത്. ഒരു ആദ്യ സമയത്തൊക്കെ 2-3-4 നല്ല ക്യാറ്റ്സുകളെ വാങ്ങിച്ചിരുന്നു. പിന്നീട് ഇവരെല്ലാം ഇവിടെ തന്നെ പെറ്റ് വരികതാ. ഇവർക്ക് അപ്പന്മാരും അമ്മമാരും എല്ലാവരും ഇവിടെ ഉണ്ട്. പൂച്ചകൾ മാത്രമല്ല, നായ്ക്കളും യമുവും അരയന്നവും താറാവും പശുവും കോഴിയുമെല്ലാം ഇവിടെ സ്വൈര്യമായി വിഹരിക്കുന്നു. ആലംബഹീനരായ മനുഷ്യർക്ക് ഇവറ്റകൾ നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും ഒത്തൊരുമിച്ച് സമാധാനത്തോടെ കഴിയുന്ന ഇടമായി മാറുകയാണ് കുന്നിൻ മുകളിലെ ബച്ചേത മരിയൻ ഹോം എന്ന കരുണയുടെ ഭവനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇടുക്കി ചാത്തൻപാറയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന ആക്ഷേപം ശക്തമാണ്. വാർത്ത കാണാം നാളെ രാവിലെ 7 മണിക്കുള്ള ഗുഡ് മോർണിംഗ് കേരളത്തിൽ.
ടോപ് 10 പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.